ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് പച്ചക്കായ, ക്യാരറ്റ്, പയറ്, മുരിങ്ങക്കായാണ്, ചേന. ഇതൊന്ന് വൃത്തിയാക്കാം, എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം ദാ നമ്മൾ പച്ചക്കറികൾ ഒരേ സമത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയാക്കി എഴുതി വെച്ചതാണ്. അത് ഈ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേണ്ടത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങ, ജീരകം, തൈര്. ഇതൊക്കെ കൂടി കുക്കറിലേക്ക് ഇട്ടിട്ട് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം കേട്ടോ. അതെ, ആദ്യം നമുക്ക് പച്ചക്കായ ക്യാരറ്റിന് പറഞ്ഞു. അപ്പം അതാ പച്ചക്കറികളൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉപ്പാണ് നമ്മൾ ഇടുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഒറ്റൊരു വിസിലിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങോട്ട് വരെ. അപ്പം അതാ നല്ല എരിവുള്ള പച്ചമുളകാണിത്. നമ്മൾ 3 എണ്ണം പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കാണിക്കാൻ മറന്നുപോയി. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇത് നാടൻ തൈരാണ്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായി അരച്ചെടുക്കാം. കറികളൊക്കെ നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും ഇതൊക്കെ അരച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് ആക്കിയ കേട്ടോ. ഇമ്പൊക്കെ ഒന്ന് അടുപ്പത്തേക്ക് വെക്കാം. ഇമ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിനി അധികം ഒന്നും ആവാനില്ല. ഈ പച്ച വെളിച്ചെണ്ണയും പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ടാൽ ഇത് സെറ്റായി. പിന്നെ ഇത് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.